നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് സമ്മും എനിയും. അല്ലെങ്കിൽ സം ഡേ, അല്ലെങ്കിൽ സം കോഫി, എനി ജ്യൂസ്, അല്ലെങ്കിൽ എനി ഡ്രിങ്ക്സ്. ഇങ്ങനെ ഈ സമ്മും എനിയും നമ്മൾ പലപ്പോഴും മാറി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ സമ്മും എനിയും തമ്മിൽ എന്തെങ്കിലും ചെറിയ ഡിഫറൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടൈമിൽ ഇത് പറയുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്, കണ്ടു നോക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഷിജു തോമസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇത്തരത്തിലുള്ള കുഞ്ഞു വീഡിയോകളാണ് ചെയ്യുന്നത്. അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ ഉപകാരപ്രദമാവുന്ന കുഞ്ഞു വീഡിയോകളാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ സമ്മ യൂസ് ചെയ്യുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ there are some flowers in a vase on the table. there are some flowers, അതായത് അവിടെ ഒരു ടേബിളിൻ്റെ മുകളിൽ ഒരു വേസിൽ കുറച്ച് പൂക്കൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതൊരു പോസിറ്റീവ് സൈനാണ്. അവിടെ ആകെ കുറച്ച് പൂക്കളുള്ളൂ കേട്ടോ, അങ്ങനെയല്ല അത് പറയുന്നത്. അവിടെ ഒരു ടേബിളിൻ്റെ മുകളിൽ ഒരു ഫ്ലവർ വേസിൽ കുറച്ച് പൂക്കൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പറയില്ല ഒരേ സെൻറ്റൻസ് തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടൊക്കെ പറയാമെന്ന് പറയുന്നത് പോലെ നമ്മൾ സമ്മ് വെച്ചിട്ട് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് ഫീലിങ്ങിലാണ് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഈ സമ്മ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, നമുക്ക് ചോദ്യത്തിൻ്റെ രൂപത്തിലും ആഡ് ചെയ്ത് കേട്ടോ. അതായത് ഇപ്പം നിങ്ങൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും ഓഫർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അയാളോട് ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ് അതിൻ്റെ ഉത്തരം അയാൾ യെസ് ഓർ നോ ആണ് പറയാൻ പോകുന്നത്. ഒരു ഉദാഹരണം പറയാൻ, വുഡ് യു ലൈക്ക് സം കോഫി, വുഡ് യു ലൈക്ക് ടു ഹാവ് സം കോഫി. അതായത് നമുക്ക് ഓരോ ചായ കുടിച്ചാലോ, നമ്മുടെ മോഹൻലാൽ മറ്റേ പറഞ്ഞ പോലെ ഓരോ നാരങ്ങ വെള്ളം പടച്ചാലോ എന്ന് ചോദിക്കുന്ന പോലെ അപ്പോൾ കുടിക്കാം, അല്ലെങ്കിൽ യെസ് ഓർ നോ എന്നുള്ള മറുപടിയും പറയാൻ പോകുന്നുണ്ടാവുക. ഓക്കേടാ, അല്ലെങ്കിൽ നോ എന്ന് പറയില്ലേ. അപ്പോൾ അത്തരത്തിൽ അവർ യെസ് ഓർ നോ പറയുന്ന സാഹചര്യത്തിലുള്ള ചോദ്യമാണ് നിങ്ങൾ ചോദിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സം ആഡ് ചെയ്തിട്ട് ചോദിക്കാം. വുഡ് യു ലൈക്ക് ടു ഹാവ് സം കോഫി ഓർ വുഡ് യു ലൈക്ക് ടു ഹാവ് സം ടീ. ക്ലിയർ ആയില്ലേ? സമ്മ് എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസിലാണ് പറയാട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ എനി എന്ന് പറഞ്ഞ ഒരു സംഭവം ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എനി വെച്ചിട്ട് നമുക്കൊരു ഉദാഹരണ സെൻറ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡു യു ഹാവ് എനി ബ്രെഡ്സ് ഇൻ ദ ഹൗസ്. നിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു ബ്രെഡ് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് ഒരു പോസിറ്റീവ് ഫീലിംഗ് ഇല്ല. ശരിയല്ലേ? എന്തെങ്കിലും ഉണ്ടോ, എന്താ പറയുക, ഒരാളോട് ഐ ഡിഡ്ന്റ് റിസീവ് എനി ഇമെയിൽ. നമ്മൾ പറയില്ല, ഒരാൾ പറയണം എനിക്ക് ഇതുവരെ ഒരു ഇമെയിലും കിട്ടിയില്ല കേട്ടോ, അല്ലെങ്കിൽ പറയില്ല ഐ ഡിഡ്ന്റ് റിസീവ് എനി കൺഫർമേഷൻ. എന്താ പറയുക, ഇതൊക്കെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. എനിക്ക് കിട്ടിയിട്ടില്ല, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല, ഒരു ഇൻഫർമേഷനും വന്നിട്ടില്ല. അപ്പോൾ എനി എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും നെഗറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് പറയുന്ന സെൻറ്റൻസിലാണ് ഉപയോഗിക്കുന്നത്. സം എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് പറയുന്ന, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു സെൻറ്റൻസിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. രണ്ടും ക്വസ്റ്റ്യനായിട്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സമ്മിനെ നമ്മൾ പറഞ്ഞു വുഡ് യു ലൈക്ക് ടു ഹാവ് സം കോഫി എന്നുള്ളൊരു ചോദ്യം നമ്മൾ പറഞ്ഞു. നമ്മൾ എനി വെച്ചിട്ടും എന്താ പറയുക ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എനി വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. ഡു യു ഹാവ് എനിത്തിങ് ടു ഡ്രിങ്ക്, അല്ലെങ്കിൽ ഡു യു ഹാവ് എനിത്തിങ് ടു ഈറ്റ്, അല്ലെങ്കിൽ ഡു യു ഹാവ് എനി ചോക്ലേറ്റ്സ് ഇൻ യുവർ ഹൗസ്, അല്ലെങ്കിൽ ഡു യു ഹാവ് എനി ബ്രെഡ്, റോട്ടി, ചപ്പാത്തി ഇൻ യുവർ ഹൗസ്. ഇങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് ചോദിക്കാം. പക്ഷേ ഈ ചോദ്യത്തിനൊക്കെ ഒരു പോസിറ്റീവ് ഫീലിംഗ് ഇല്ല. നിൻ്റെ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും തിന്നാൻ എടുക്കാനുണ്ടാവോ, അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ എടുക്കാനുണ്ടാവോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഇനി എന്തെങ്കിലും ഉണ്ടാവോ എന്നുള്ളത് ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി സംസാരിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യം പറയാൻ പോകണമെങ്കിൽ യെസ് ഇനി വെച്ചിട്ട് പറയരുത്, നെഗറ്റീവായിട്ടുള്ള കാര്യം പറയുമ്പോൾ നമ്മൾ സമ്മ വെച്ചിട്ടും പറയരുത് കേട്ടോ. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്, കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ കണ്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, വീഡിയോ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ മറ്റു പല മുന്നത്തെ ചെയ്ത വീഡിയോകളൊക്കെ വരുന്നുണ്ടാവും, കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. ടേക്ക് കെയർ, ബൈ.